ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദീപുവിനെ സമാധാനമായിട്ട് പറഞ്ഞു വിടുകയാണ് നമ്മുടെ സിദ്ധു. നീ ചെല്ലടാ, എല്ലാം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, നീ ചെല്ല് എന്നും പറഞ്ഞോണ്ട് ദീപു കൈ കൂപ്പി തൊഴുത് അവിടെ നിന്ന് അങ്ങ് പോകുക. ദീപു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ഭയങ്കരമായ ദേഷ്യമൊക്കെ മുഖത്തിങ്ങനെ പ്രകടിപ്പിച്ച് അവിടെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു കാര്യത്തിന് നമ്മുടെ സിദ്ധു തീരുമാനമാക്കും എന്നുള്ള കാര്യം ഉറപ്പായി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പ്രേമയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് അല്ലെങ്കിൽ കലി കയറിയിരിക്കുന്ന സമയത്ത് ഒടുവിലെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വിശ്വൻ അങ്ങോട്ടേക്ക് വന്നു. അനന്യ അനിരുദ്ധിനോടുള്ള പിണക്കവും മറന്ന് സുമിത്രയോടൊപ്പം പോയല്ലോ, സമാധാനായി. ഇനി പ്രശ്നമൊന്നുമില്ലാതെ സുമിത്ര അവരെ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് അനന്യയും അനിരുദ്ധും സ്വരമോളും കൂടി ചേർന്ന് ഇനി പഴയതുപോലെ അവിടെ സുഖമായിട്ട് കഴിയട്ടെ എന്നൊക്കെ അദ്ദേഹം പറയണം. എനിക്കിപ്പോഴും ഒരു ആശ്വാസം ആയതെന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഭർത്താവിനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു പ്രേമ. അല്ല, തന്റെ വാക്കും കേട്ട് അനന്യ വിദേശത്തേക്ക് തിരികെ പോയിരുന്നെങ്കിലേ ഒരു പക്ഷേ അനിരുദ്ധും നമ്മുടെ മോളും തമ്മിൽ ഇനി ഒരിക്കലും ഒന്നിക്കുമായിരുന്നില്ല. എൻ്റെ പ്രേമേ, നീ ചെയ്തതൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പം മിണ്ടിപ്പോകരുത്, അവരെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് വീണ്ടും പ്രേമ പറയുമ്പം നീ പഴയത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് വേണം? നീ നമ്മുടെ മോളുടെ ലൈഫിനെ പറ്റിയല്ലേ ചിന്തിക്കേണ്ടത്? അവളുടെ ലൈഫിനെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പ്രേമ അന്നേരം വിശ്വനോട് പറയണം. അനിരുദ്ധമായിട്ട് അവൾക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം ലഭിക്കാനായിട്ട് പോണില്ല. നീ ഇങ്ങനെ അറം പറ്റിയതുപോലെ ഓരോ വർത്തമാനങ്ങൾ പറയല്ലേ പ്രേമേ. അവര് രണ്ടുപേരും സുഖമായിട്ട് തന്നെ ജീവിക്കും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. കാണാൻ പോണതല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും ഞാൻ ഇനി ഒന്നിനുമില്ല, പറഞ്ഞേക്കാം. പിന്നെ നീ എന്നെ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിനും നിർബന്ധിക്കുകയും ചെയ്യരുത്, എന്നെ കിട്ടില്ല അതിനെന്ന് പറയുമ്പം നമ്മളായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും അതിനൊക്കെയുള്ള വഴി ഉണ്ടായിക്കോളും. അനന്യ പോയതുപോലെ തന്നെ തിരിച്ചു മടങ്ങി വരികയും ചെയ്യും, നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പ്രേമയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതേസമയം പിന്നെ കാണിക്കുന്ന അനിരുദ്ധ് അവിടെ ഇരിക്കുന്ന സമയം നമ്മുടെ സ്വരമോൾ ഓടിച്ചെന്നു ഡാഡി എന്നും പറഞ്ഞു വിളിച്ച്. അപ്പോൾ മോള് വന്നോന്ന് ചോദിച്ചു. ഞാൻ വന്നു ഡാഡി, ഒന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞു. എന്തിനാടാന്ന് ചോദിച്ചു. ഒരു സർപ്രൈസ് ഉണ്ട്, കണ്ണടയ്ക്കാം. ഞാൻ പറഞ്ഞിട്ടേ കണ്ണ് തുറക്കാവൂ കേട്ടോ. എന്താ സർപ്രൈസ്? അതൊക്കെ പറയാം, കണ്ണടയ്ക്ക എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു കണ്ണ് അടച്ചു കൈകൊണ്ട്. എന്നിട്ട് ഇനി കണ്ണ് തുറന്നോ എന്ന് പറഞ്ഞു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അനന്യ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് കണ്ടു. അനന്യയെ കണ്ടപ്പോഴേക്കും അനിരുദ്ധിന്റെ മുഖമൊക്കെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോഴേക്കും സുമിത്രയും ചിരിച്ചുകൊണ്ട് അനന്യയുടെ അടുത്തേക്ക് വന്നു. കയറി വാ മോളെ എന്നും പറഞ്ഞു. അനന്യ അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ അനിരുദ്ധിന്റെ അടുത്ത് വന്ന് രണ്ടുപേരും കൂടെ ഇരിക്കുന്നു. കൊച്ചിനെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടൊക്കെ ആയിരിക്കുന്ന അനന്യ ആ സമയത്തും ഇത്രയേ ഉള്ളൂ കാര്യമൊന്നും, ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമാണ്, ഇത്രയൊക്കെ വഷളാക്കി വെച്ചതെന്ന് പറഞ്ഞു സുമിത്ര. ഡിവോഴ്സ് ചെയ്യും പോലും രണ്ടുപേരും, എന്നാലും എനിക്കതൊന്ന് കാണണല്ലോ അല്ലേ സ്വരമോളെ? അതെ എന്നും പറഞ്ഞു കൊച്ചിൻ ചെന്നിടയ്ക്ക് കയറിയിരുന്നു. അപ്പം എന്തായാലും നന്നായി അനന്യെ, നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലായല്ലോ എന്ന് അനിരുദ്ധ് പറഞ്ഞപ്പോൾ അതിന് തെറ്റ് ചെയ്തിട്ട് വേണ്ടേ മനസ്സിലാക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ അനന്യം പറഞ്ഞു. എന്താ മമ്മിയും ഡാഡി ഇത് കുട്ടികളുടെ മുന്നിൽ വെച്ച് പേരൻസ് ഇങ്ങനെ വഴക്കുണ്ടാക്കരുതെന്ന് അറിയില്ലേ എന്ന് സ്വരമോളി ചോദിച്ചു. അപ്പൊ ഇവർക്കെങ്ങും ഒന്നും അറിയില്ല മോളെ, മണ്ടനും മണ്ടിയുവാ എന്ന് നമ്മുടെ സുമിത്ര നേരം പറയുവാണേ. ഇതൊക്കെ കേട്ട് സ്വരം ഇങ്ങനെ നോക്കുക. മണ്ടന്മാരെങ്ങനെയാ പഠിച്ച് ഡോക്ടറായത് എന്ന് ചോദിച്ചപ്പം അത് രണ്ടും രണ്ടാ മോളെ. പാഠ്യവിഷയങ്ങളെക്കുറിച്ചുള്ള അറിവും ജീവിതത്തെക്കുറിച്ചുള്ള അറിവും രണ്ടും രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് സുമിത്ര ഇങ്ങനെ ഇവരുടെ ഈ ഒരു ഇതിൽ ഇങ്ങനെ സംസാരിക്കാം. അപ്പോഴേക്കും ശീതൾ അങ്ങോട്ടേക്ക് വന്നു. ശീതൾ വന്നിട്ട് സുമിത്രയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അമ്മ ഇവർ തമ്മിൽ വഴക്കായിരുന്നില്ലേ, പിന്നെ എന്തിനാ അമ്മ അനന്യേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ചോദിച്ചു. ഇവരുടെ പിണക്കമൊക്കെ മാറ്റിയില്ലേ ഞാൻ എന്ന് സുമിത്ര നേരം പറഞ്ഞു. രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കേണ്ടവരാ, അല്ലാതെ അകന്ന് കഴിയേണ്ടവരല്ല എന്ന് സുമിത്ര പറയണേ. അപ്പോൾ മോൾ വാ, നമുക്ക് അകത്തേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് സുമിത്ര എന്നിട്ട് സ്വരമോളെ കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ശീതളിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. ശീതൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. അപ്പൊ എന്നിട്ട് അനന്യ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. അനന്യയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ നോക്കുവാണ് ശീതളിനെ. ശീതൾ സുഖാണോ എന്ന് ചോദിച്ചപ്പോഴും ശീതൾ ഒന്നും മിണ്ടുന്നില്ല. ശീതളിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ. എന്നിട്ട് ശീതൾ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ അനന്യക്ക് ആകെ വിഷമായി. അനന്യക്ക് എന്താ അപ്പൊ അനന്യ ചോദിച്ചു, ശീതളിന് എന്താ പറ്റിയ, ഞാൻ വന്നത് ഇഷ്ടമായില്ലെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് എങ്ങനെ അറിയാമെന്ന് അനന്യോട് പറയാം. അനിരുദ്ധ് എന്നിട്ട് മുഖം ഏറ്റിപ്പടിച്ച് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ഇവരുടെ രണ്ടുപേരുടെയും തീരുമാനങ്ങളെ പറ്റിയും അന്ന് സംസാരിച്ച കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും തർക്കവും വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കാം. എന്തായാലും തൽക്കാലം ഞാൻ ഇവിടെ കാണും, അതിനുശേഷം ഞാൻ എന്ത് വേണമെന്ന് തീരുമാനിക്കും, എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അനന്യ അകത്തേക്ക് കയറിപ്പോയി. അനന്യ അകത്തേക്ക് കയറിപ്പോയപ്പോൾ അനിരുദ്ധ് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ്. രഞ്ജിതയും ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ പൂജയും കൂട്ടിക്കൊണ്ട് മകൻ അങ്ങോട്ടേക്ക് വന്നു. മമ്മി റെഡി ആയില്ലേ, നമുക്ക് പാർട്ടിക്ക് പോകണ്ടേന്ന് ചോദിച്ചു. ഞാൻ വരുന്നില്ല,
എനിക്ക് വയ്യ, നമുക്ക് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു തലവേദന പോലെ എന്ന് പറഞ്ഞപ്പോൾ മരുന്ന് കഴിക്കാം ആൻറ്റി എന്ന് പറഞ്ഞു പൂജ. കുറച്ച് നേരം കൂടെ നോക്കട്ടെ, മരുന്ന് അത് കഴിഞ്ഞിട്ട് കഴിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കാം. അപ്പോൾ ദേ അങ്ങനെ ആ ഒരു ഇതിൽ ഇവരെ രണ്ടുപേരും കൂടെ തനിച്ച് വിടാനായിട്ട് അമ്മ നൈസായിട്ടൊരു അടവിറക്കിയതാണ്. അപ്പോൾ ആൻറ്റി ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ പോകും എന്നിങ്ങനെ നേരത്തേനും പൂജ ചോദിച്ചപ്പം അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മളോടൊപ്പം വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് തനിച്ച് പോകാമെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് പൂജയെ നിർബന്ധിക്കുന്നു. പൂജയാണെന്നുണ്ടെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അരവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, നിങ്ങൾ രണ്ടുപേരും പോവുകയാണോ? നന്നായി. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. സന്തോഷമായി. സ്വാതന്ത്ര്യത്തോടെ എനിക്ക് എന്ത് വേണമെങ്കിലും കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യാവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ കഴിച്ചത് തന്നെ, പാർട്ടിക്ക് പൂജയും പങ്കജും കൂടി പൊക്കോളും, നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് എനിക്ക് തലവേദന ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പോകാമെന്ന് പറയുകയാണ് അച്ഛൻ. അത് കേട്ടപ്പം പോകണ്ട എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ സംസാരിക്കുമ്പോഴേക്ക് നമ്മുടെ രഞ്ജിത കണ്ണിറുക്കി. ഈ പൊട്ടൻ അന്നേരം ചോദിക്കുകയാണ്, അതിന് താനെന്തിനാ കണ്ണിറുക്കുന്നേ എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജ മടിയൊന്നും വിചാരിക്കേണ്ട, എടോ എൻജോയ് ചെയ്യാനുള്ള അവസരമൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു പങ്കജ്. പങ്കജ് പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്, ഞാൻ വരുന്നില്ല, ആൻറ്റിയൊന്നും ഇല്ലാതെ ഞാൻ വരില്ല, എനിക്ക് അവിടെ പോയി സന്തോഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം മോളെ നീ പങ്കജിനൊപ്പം ചെല്ല്, ആൻറ്റി പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പോണോ ആൻറ്റി? അപ്പം പോണം, എൻ്റെ മോള് പോണം, ചെല്ല് എൻ്റെ മോള് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് രഞ്ജിത പറഞ്ഞു വിട്ടു. രഞ്ജിത അത് കഴിഞ്ഞ് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രഞ്ജിത അയാളെ കൊന്നില്ലെന്നേ ഉള്ളൂ. എടോ അല്പമെങ്കിലും വകതിരിവ് വേണം, വകതിരിവ്. നിങ്ങളോട് ഞാൻ പറയുന്നില്ല കേട്ടോ, അവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒരുമിച്ചൊന്ന് ഒന്നാക്കാൻ നോക്കുമ്പോഴേക്കും നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറി എന്നതേ കാണിക്കണേന്ന് ചോദിച്ചപ്പോൾ അയ്യോ എൻ്റെ രഞ്ജിതയെ ഞാനതിനെ പറ്റി ഓർത്തില്ല, സോറി, ഇപ്പം പിടികിട്ടി. ദേ അവരൊന്നായാലേ കിട്ടുന്നത് കോടികളുടെ മുതലാ, മനസ്സിലായോ നിങ്ങൾക്ക്? അതിനായിട്ടേ ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ അങ്ങ് സഹിക്കാം കേട്ടോ എന്നും പറഞ്ഞിട്ട് രഞ്ജിത അവിടെ നിന്ന് പോയി. അരവിന്ദൻ എന്നാലും കഷ്ടമായിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ എങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ദീപു പരമശിവത്തിനെ ചെന്ന് കണ്ട് പരമശിവമായിട്ട് സംസാരിക്കാം. പരമശിവ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിച്ചപ്പം ഈ ചോദ്യം നീ എന്നോട് തന്നെ ചോദിക്കണം. എടാ എന്നോട് മേടിച്ച കാശ് മടക്കി തരാമെന്ന് നീ എത്ര തവണ എന്നോട് പറഞ്ഞു? അത് ഞാൻ എണ്ണിട്ടൊന്നുമില്ല എന്ന് ദീപു പറയുമ്പോൾ നീ എണ്ണൊന്നും വേണ്ട, ഒരു 2500 തവണയെങ്കിലും നീ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ഈ 2500 തവണയും നീ എൻ്റെ കാശ് തന്നോ? തന്നില്ലല്ലോ. പിന്നെ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ പൊന്നെ, എനിക്ക് അങ്ങനെ പറയണം എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതല്ല, എൻ്റെ സാഹചര്യം കൂടി പരമശിവം ഒന്ന് മനസ്സിലാക്കണം. ഈ 2500 തവണ ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ കാശ് ചോദിച്ച് നിങ്ങൾ എൻ്റെ പിറകെ നടക്കുന്നേ? അപ്പൊ ഞാനത് നിർത്തിയല്ലോ ദീപു. നിർത്തിയോ? ആ അശോ സന്തോഷായി. പക്ഷേ ഞാൻ പകരം വേറൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് ചോദിച്ചു. അത് പിന്നെ നിന്നെ അങ്ങ് കൊല്ല. അയ്യോ പരമശിവൻ, എടാ നിന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടോ? അത് സക്സസ് അല്ല എങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, പിന്നെ നീ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ എനിക്ക് തരാനുള്ള പണം തിരികെ തരണം. ഇത് രണ്ടും ഏതെങ്കിലും ഒന്നും നടന്നിരിക്കണം. ദേ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ നിന്റെ മുന്നിൽ കൂട്ടിച്ചേർക്കുക. അപ്പൊ എന്നെയും കൊല്ലും എന്നല്ലേന്ന് ചോദിച്ചപ്പം അതെ, നിന്റെ ഭാര്യയ്ക്കും മകനും ഒപ്പം നിന്നെയും കൊല്ലും. ഞാൻ സിദ്ധുവേട്ടനെ കണ്ട് സംസാരിച്ചു പരമശിവം. അപ്പൊ അയാൾ എന്ത് പറഞ്ഞെന്ന് പരമശിവൻ ചോദിച്ചു. പിന്മാറാം എന്ന് പറഞ്ഞോ? കക്ഷിയെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, ആലോചിക്കാമെന്നാ പറഞ്ഞേക്കണേ എന്നൊക്കെ പറയുമ്പോൾ തീരുമാനം എപ്പം പറയും എന്ന് ചോദിച്ചു. അത് പിന്നെ ഇന്നോ നാളെയോ എന്തായാലും പറയും, അത് ഉറപ്പാണെന്നും ദീപു. മിക്കവാറും അയാൾ പിന്മാറുമെന്ന് തന്നെയാ എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഈ പരമശിവത്തിനെ സോപ്പിട്ട് നിർത്തുവാണ് ഈ ദീപു. അതെനിക്ക് ഉറപ്പുണ്ടായിരുന്നു, കാരണം നീ വഞ്ചന കാണിച്ചെങ്കിലും നിന്റെ ചേച്ചിക്ക് നിന്നെ ഇഷ്ടമാ, അതെനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് പരമശിവം. എന്തായാലും ആ പുള്ളിക്കാരിയെ അയാൾക്ക് അതിനേക്കാളും വലിയ ഇഷ്ടമാ, അത് കാരണം അയാൾക്ക് എന്തായാലും ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ അയാൾക്കരികിലേക്ക് പറഞ്ഞു വിട്ടതെന്നും പറഞ്ഞു പരമശിവം. എന്തായാലും സിദ്ധു വിളിക്കട്ടെ, സിദ്ധാർത്ഥ് വിളിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയട്ടെ, അതിനുശേഷം നമുക്കൊന്നുകൂടെ കാണാം എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും ദീപു അവിടെ നിന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ വില്ലന്മാരെല്ലാം മണ്ടന്മാരാണെന്ന് പറയുന്നത് സത്യമാണല്ലേ, കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ദീപു തന്നെത്താൻ ചിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദീപു പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന സിദ്ധുവിനെയാണ്. അപ്പൊ ദീപു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിന്ന് ചിന്തിച്ച് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് സിദ്ധു. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടമാണിത്. എല്ലാ ഓർമ്മകളെയും എനിക്കിവിടെ മറന്നു കളഞ്ഞേ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ സിദ്ധു ചിന്തിക്കുന്നു. എന്നേക്കുമായി ഈ വീട് ഉപേക്ഷിച്ച് പോകാൻ നിനക്ക് കഴിയോ സുമിത്രയെന്ന് അന്ന്
ഇവരെല്ലാവരും പോകുന്ന സമയത്ത്, നമ്മുടെ രോഹിതൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് സുമിത്രയും സിദ്ധുവും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഈ നിമിഷം നമ്മുടെ സിദ്ധു ആലോചിക്കുന്നു. അങ്ങനെ നമ്മുടെ സുമിത്ര പറഞ്ഞ ഓരോ ഓർമ്മകളും നമ്മുടെ സിദ്ധു ഓർക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓരോ കാര്യങ്ങളും ഞാൻ ആലോചിച്ച് വേണം ചെയ്യാൻ. എൻ്റെ ജീവിതത്തിൽ സുമിത്രയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം. അതിനാദ്യം ആ പരമശിവത്തിനെ കാണണം എന്ന് സിദ്ധു ചിന്തിക്കുന്നു. എല്ലാറ്റിനും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുമെന്നും പറഞ്ഞ് സിദ്ധു ചിന്തിക്കുക. അങ്ങനെ സിദ്ധു അവിടെ ചിന്തിക്കുന്നു. പിന്നെ കാണിക്കുന്ന നമ്മുടെ അനന്യയാണ്. അനന്യ അവിടെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അനിരുദ്ധ് അങ്ങോട്ടേക്ക് ചെന്നു. അനന്യ, താങ്ക്സ് എന്നും പറഞ്ഞു. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു. താൻ ഇവിടേക്ക് വന്നല്ലോ എൻ്റെ അടുത്തേക്ക് എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ പറയണു കേട്ടോ. താൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ അമ്മ പറഞ്ഞത് കൊണ്ടോ നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടോ അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. അപ്പൊ ഇതൊക്കെ കേട്ട് അനന്യൊന്നും മിണ്ടാതെ നിൽക്കുക. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല എന്ന് നീ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞപ്പം സ്വരമോളുടെ സന്തോഷം അതാണ് എനിക്ക് ഏറ്റവും വലുത്. അതിനു വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് അനന്യ അന്നേരം പറയാം. അവളെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതി മാത്രമാണ് ഞാൻ വന്നത്. മാസങ്ങൾക്ക് മുൻപ് വിദേശത്ത് നിന്ന് നീ വന്നതും ഇങ്ങനെ പറഞ്ഞു തന്നെ ആയിരുന്നില്ലേ എന്ന് നമ്മുടെ അനിരുദ്ധ് ചോദിക്കുക. അപ്പോഴേക്കും അനന്യ ഇങ്ങനെ ചമ്മി വിളറി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ നിനക്ക് എന്നെ ഇഷ്ടമാണെന്നും എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് ആഗ്രഹം ഉണ്ടെന്നൊക്കെയുള്ള രീതിയിൽ അനിരുദ്ധ് ഇങ്ങനെ പറയുമ്പോൾ, ദേ ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും. അമ്മയെ കിട്ടിയതോടെ താൻ എന്നെ മറന്നു പോയില്ലേ എന്ന് ചോദിച്ചു. എനിക്കൊരു കോള്, അത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഉണ്ടായില്ല. മനസ്സ് തകർന്നും താൻ എന്നെ വിളിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അതും ഉണ്ടായില്ല. അപ്പൊ തൻ്റെ മനസ്സിൽ ഞാനില്ല എന്ന് എനിക്ക് അന്നേരം തന്നെ മനസ്സിലായി. പിന്നെ അമ്മയുടെ നിർബന്ധപ്രകാരം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു, അതും എനിക്ക് മനസ്സിലായി. അന്ന് നിങ്ങൾക്കൊപ്പം വരാൻ എനിക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല. എന്നെ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ കൂടെ ഞാൻ എന്തിനാണ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുക അനന്യ. അഭിനയം നിർത്തേണ്ടത് അനിരുദ്ധാണ്, ഞാനല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് സ്നേഹമുണ്ട് എന്നുള്ള ഈ ഒരു അഭിനയം, അപ്പൊ ഞാൻ അഭിനയിക്കൊന്നും അല്ല, അത് തനിക്ക് തോന്നുന്നതാ. തനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് ചോദിച്ചപ്പോ, എൻ്റെ സ്വരമോളെ വിട്ട് ഞാൻ എങ്ങും പോകില്ല എന്ന് അനന്യ അനിരുദ്ധിനോട് പറയുന്നു. അവളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകും, അതിന് മറ്റൊരർത്ഥമൊന്നും അനിരുദ്ധ് കാണണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അനന്യയും ഞാനും ഒരുമിച്ച് ജീവിക്കേണ്ടവര് തന്നെയാ. പക്ഷെ സ്വരമോൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവളുടെ ജന്മരഹസ്യം അതെന്തെങ്കിലും ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. പിന്നെ തനിക്ക് എന്നോടുള്ള ഇഷ്ടം ഇപ്പൊ താൻ അടക്കി പിടിച്ചോ, പക്ഷെ അതും തനിക്ക് എൻ്റെ മുന്നിൽ തുറന്നു പറയേണ്ടി വരും. അത്രയും കാലം തനിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ നിൽക്കുമ്പോൾ അനന്യ അവിടെ നിന്ന് തലയും കുനിച്ച് അവിടെ നിന്ന് അങ്ങ് പോണു. അനിരുദ്ധ് അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.